എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. വീണ്ടും പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് പുറപ്പാട് പുസ്തകം 14-13 അധ്യായത്തിൽ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിൽപ്പീൻ, എന്നിട്ട് യഹോവയുടെ ചെയ്യാനിരിക്കുന്ന രക്ഷയെ കാണുവീൻ എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം, ഈ ഒരു അധ്യായത്തിൽ ഒരു വശത്ത് ചെങ്കടൽ, മറ്റു വശത്ത് മിസ്രൈമികളുടെ രഥവും ഫറവോനും സൈന്യവുമുണ്ട്. എങ്ങനെ നോക്കിയാൽ രണ്ട് സൈഡിലും ഇസ്രായേൽ മക്കൾക്ക് മരണമേ കാണാനുള്ളൂ. അവിടെ ഒരു നിർണായക ഘട്ടത്തിലാണ് മോശ ഈ ഒരു പദം ഉപയോഗിക്കുന്നത്, സ്റ്റാൻഡ് ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ദ ലോർഡ്. അതായത് നിങ്ങളൊന്നും ചെയ്യാനില്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ നിന്ന് കണ്ടുകൊള്ളുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പം ഈ രക്ഷയെ കാണുക എന്ന് പറയുന്നത്, ആ രക്ഷ എന്നുള്ളൊരു പദം നമ്മളത് ഒന്ന് ചിന്തിക്കാതിരിക്കാൻ വയ്യ. അത്ര ആഴമായ ഒരു വിഷയമാണ് രക്ഷ. ഈ രക്ഷ എന്ന് പറയുന്ന സാൽവേഷൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മോക്ഷ എന്നുള്ള, നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജസിൽ മോക്ഷ എന്ന് നമ്മൾക്ക് കാണുന്ന ആ പദം ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 49:18 അതായത് യാക്കോബ്, വൃദ്ധനായ മനുഷ്യൻ, സകല മക്കളെയും അനുഗ്രഹിക്കാൻ നേരത്ത് ഇടയ്ക്ക് ഒരു വാചകം പറയുന്ന ഒരു വാചകമാണ് ഈ 49:18. അതായത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, യഹോവേ നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന പദം. പെട്ടെന്ന് അങ്ങനെ ഒരു വാചകം ഉള്ളിലൊരു അത് അനുഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു വാചകം ഉപയോഗിക്കുന്നത് അതൊരു കോയിൻസിഡൻസ് അല്ല. പക്ഷെങ്കിൽ ശരിക്കും ഈ ദൈവവൃദ്ധൻ എന്ന് പറയുന്ന യാക്കോബ് ശരിക്കും ഈ രക്ഷ മനസ്സിലാക്കിയതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. മനസ്സിലാക്കിയതിൻ്റെ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു സാൽവേഷൻ കാണുന്നത്. ഈ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് പല അർത്ഥത്തിലാണ് പഴയ നിയമത്തിൽ. ഒന്ന് ക്ഷേമം അല്ലെ സമൃദ്ധി, യോബിൻ്റെ പുസ്തകത്തിൽ. അതേപോലെ തന്നെ വിടുതൽ, ഡെലിവറൻസ് അല്ലെ വിമോചനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. പിന്നെ വേറൊരു അർത്ഥം വരുന്നത് പരമമുക്തി, അതായത് പാപത്തിൽ നിന്നുള്ള വിടുതൽ. പിന്നെ വേറൊരു അർത്ഥമാണ് വിജയം അല്ലെങ്കിൽ ജയം, വിക്ടറി എന്ന് പറയുന്ന അർത്ഥം. പലരായിട്ട് ഈ ഒരു രക്ഷ എന്നുള്ള അല്ലെ സാൽവേഷൻ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന് യോബ്, അല്ല അതുപോലെ തന്നെ ഹന്ന. ഏറ്റവും കൂടുതൽ ഈ പദം രക്ഷ എന്ന് അല്ലെ സാൽവേഷൻ ഉപയോഗിച്ചിരിക്കുന്ന പദം നമുക്ക് സങ്കീർത്തനത്തിലാണ് കാണുന്നത്. അത് ഈ ദാവീദ് രാജാവ് പല സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ രക്ഷ, സാൽവേഷൻ മനസ്സിലാക്കുകയും അത് ആനന്ദിക്കുകയും ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ദാവീദ് രാജാവ്. അത് ചില വാക്കുകൾ മാത്രം ഇന്ന് ഞാൻ ഒന്ന് ഓടിച്ച് നോക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് സങ്കീർത്തനം 3:8 നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റേത് മാത്രമാണ്. അത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൻ്റേത് മാത്രമാണ്. രക്ഷയുടെ സാൽവേഷൻ ബിലോങ്സ് അൺ ടു ദ ലോർഡ്. അതേപോലെ തന്നെയാണ് സങ്കീർത്തനം 18:2 നമുക്ക് കാണിക്കുന്നുണ്ട് രക്ഷയുടെ കൊമ്പ്, അല്ലെങ്കിൽ ഹോൺ ഓഫ് മൈ സാൽവേഷൻ. നമുക്കറിയാം, പഴയ നിയമത്തിൽ യാഗപീഠത്തിൻ്റെ കൊമ്പിലാണ് അത് സൂചിപ്പിച്ച് കാണിക്കുന്നത്. യാഗപീഠത്തിൻ്റെ കൊമ്പ് നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ന്യായം വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മരണയോഗ്യരായ ഒരു മനുഷ്യർ പെട്ടെന്ന് വന്ന് ഈ കൊമ്പയിൽ വന്ന് തൂങ്ങുവാണെങ്കിൽ അവനെ ന്യായം വിധിക്കാൻ ഒക്കുകയില്ല. ആ ഒരു അർത്ഥമാണ് നമുക്കറിയാം. ഈ രക്ഷയുടെ കൊമ്പ് എന്ന് പറയുന്ന ക്രിസ്തു ആകുന്ന കൊമ്പിൽ ആര് പോയി അഭയം പ്രാപിച്ചാലും മരണയോഗ്യരായ നമുക്ക് ന്യായം വിധിക്കപ്പെടാൻ ഒക്കുകയില്ല ക്രിസ്തു ആകുന്ന കൊമ്പിൽ നമ്മൾ തൂങ്ങുകയാണെങ്കിൽ. പിന്നെ അനേക വേറെ വാക്യങ്ങളുണ്ട്. അത് ചില വാക്യങ്ങൾ ഞാൻ ഓടിച്ച് പറയാൻ പോവുകയാണ്. സങ്കീർത്തനം 18:35 രക്ഷയുടെ പരിച. അതേപോലെ സങ്കീർത്തനം 25:5 ഞാൻ ഈ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, ദിനം ഒരു ദിവസം
ഒരു ദിവസം എത്ര മണിക്കൂറുണ്ടോ ആ മണിക്കൂറുകൾ ഓൾ ഡേ ലോങ് ഞാൻ ഈ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതേപോലെ തന്നെ സങ്കീർത്തനം 27 പറയുന്നത് രക്ഷ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. അതേപോലെ സങ്കീർത്തനം 40 വായിക്കുന്ന ഈ രക്ഷയെ ഞാൻ മറച്ചു വെക്കുന്നില്ല എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. സങ്കീർത്തനം 40:16 70:4 നമ്മൾ കാണുന്നത് രക്ഷയുടെ സ്നേഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രക്ഷയെ സ്നേഹിക്കുന്നവർ കണ്ടിന്യൂവലി, അതായത് എപ്പോഴും യഹോവയെ മഹത്വപ്പെടുത്തും എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഏറ്റവും ചിന്തിക്കേണ്ട നമുക്കൊരു വിഷയം സങ്കീർത്തനം 51:12 അതായത് ദാവീദ് രാജാവ്, നമുക്കറിയാം കൊടും പാപം ചെയ്ത ദാവീദ് രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് എടുത്തു കളയരുത്. രക്ഷയുടെ സന്തോഷം ആസ്വദിച്ച ഒരു മനുഷ്യനാണ് ഈ ദാവീദ് രാജാവ്. അതുപോലെ രക്ഷയെ എടുത്ത് കളയല്ലെന്നല്ല, രക്ഷയുടെ സന്തോഷത്തെ എടുത്ത് കളയല്ലെന്ന് പാപം ചെയ്തപ്പോൾ സങ്കീർത്തനത്തിൽ പറയുന്ന സങ്കീർത്തനം 51:12. പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് 1 ശമൂവേൽ 22:47, സങ്കീർത്തനം 89:26, സങ്കീർത്തനം 95:1 കാണുന്ന ഒരു പദമുണ്ട്, റോക്ക് ഓഫ് മൈ സാൽവേഷൻ, രക്ഷയുടെ പാറ. നമുക്കറിയാം മോശയാണ് ആദ്യമായിട്ട് ഈ പാറയോട് വെള്ളം തരാൻ പറയുന്നതിന് മുമ്പേ പാറയെ അടിക്കാൻ പറഞ്ഞു. നമുക്ക് വേണ്ടി അടിയേറ്റ പാറയാണ് ഈ യേശു ക്രിസ്തു. അടിയേറ്റ ദൈവത്തിൻ്റെ ക്രോധം മുഴുവൻ ക്രൂശിലേറ്റ രക്ഷയുടെ പാറയാണ് നമ്മുടെ ആ ഒരു രക്ഷയുടെ പാറയെക്കുറിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് എടുത്തു പറയുന്നത് റോക്ക് ഓഫ് മൈ സാൽവേഷൻ. പിന്നെ വേറൊരു പദത്തിൽ റോക്ക് ഓഫ് അവർ സാൽവേഷൻ, അതായത് നമുക്ക് ഒന്നിച്ച് വിശ്വാസികളായിട്ടുള്ളവരെ ഒന്നിച്ച് പറയാൻ സാധിക്കുന്നൊരു പദമാണ് റോക്ക് ഓഫ് അവർ സാൽവേഷൻ. പിന്നെ ഒരു വിഷയം നമ്മൾ ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. സങ്കീർത്തനം 69:13 നമ്മൾ വായിക്കുന്നത് രക്ഷയുടെ സത്യം, അതായത് ട്രൂത്ത് ഓഫ് മൈ സാൽവേഷൻ, രക്ഷയുടെ ഒരു സത്യത്തെക്കുറിച്ചാണ് ഇന്നും സുവിശേഷം പറയുന്നവർ ഘോഷിക്കുന്നത്, രക്ഷയുടെ സന്തോഷത്തെപ്പറ്റി. പിന്നീട് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ രക്ഷ ദൈവമാണ്, അതായത് ഈ ദൈവമാണ് നമ്മുടെ രക്ഷ. ആ രക്ഷ ബോധമുള്ളവരാണ്. സങ്കീർത്തനം 118:21 യു ഹാവ് ബിക്കം മൈ സാൽവേഷൻ, നീ എൻ്റെ രക്ഷയാകുന്നു, ഞാൻ നിന്നെ ഘോഷിക്കും, ഞാൻ നിന്നെ പുകഴ്ത്തും, അല്ലെങ്കിൽ പ്രൈസ് യു എന്ന് എഴുതിയിരിക്കുന്നു. അതേപോലെ തന്നെ രക്ഷയുടെ ശക്തി 140:7, സങ്കീർത്തനം 140:7 എഴുതിയിരിക്കുന്നു, യു ആർ ദ സ്ട്രെങ്ത് ഓഫ് മൈ സാൽവേഷൻ. ആ സ്ട്രെങ്ത് ഓഫ് മൈ സാൽവേഷൻ്റെ നമ്മൾ കാണുന്നത് ആൻഡ് ഹീ പ്രൊട്ടക്ട്സ് മൈ ഹെഡ് എന്ന് പറയുന്ന, അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എഫെസർക്ക് എഴുതിയ ലേഖനം 6:17, അതേപോലെ തന്നെ യെശയ്യാ പ്രവചനം 59:17 എഴുതിയിരിക്കുന്നുണ്ട് ഹെൽമെറ്റ് ഓഫ് മൈ സാൽവേഷൻ. അതുകൊണ്ടാണ് സങ്കീർത്തനം 147 പറയുന്നത് ഈ രക്ഷ എൻ്റെ ശക്തിയാണ്, അതുമൂലം എൻ്റെ തലയെ നീ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് ഇന്നും ഒരു വിശ്വാസിക്ക് പിശാച് മനസ്സിൽ പല ചിന്തകൾ കൊണ്ടുവരുമ്പോൾ, ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതം നശിപ്പിക്കാൻ പല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ അവിടെയും രക്ഷയുടെ ഹെൽമെറ്റാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഒരു വിശ്വാസിയെ കാക്കുന്നത്. അതുപോലെ തന്നെ യോനയുടെ പുസ്തകം 2:9 യോനയുടെ പുസ്തകം 2:9 നമ്മൾ വായിക്കുന്നുണ്ട് സാൽവേഷൻ ഇസ് ഓഫ് ദ ലോർഡ്, അതായത് ദൈവത്തിൻ്റേതാണ് രക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യന് യാതൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല, വെറുതെ കണ്ടു നിൽക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ വായിക്കുന്ന ഒരു വിഷയമുണ്ട് അപ്പോസ്തലപ്രവൃത്തി 4:10-12 മറ്റൊരുവനിലും രക്ഷയില്ല. അതായത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ ഒരാൾക്കും പാപത്തിൽ നിന്നുള്ള രക്ഷ ലഭിക്കാൻ ഒക്കുകയില്ല. പിന്നെ വേറെ ഒരു വിഷയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, പിശാചിന് പോലും ഈ രക്ഷയെക്കുറിച്ച് അറിയാമെന്നുള്ളതാണ്. അതായത് അപ്പോസ്തലപ്രവൃത്തി 16 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ബാല്യക്കാരി
ബാല്യക്കാരിയെ പിശാചിൻ്റെ ആത്മാവ് ബാധിച്ച്, അത് പൗലോസിന് പിന്നാലെ ചെന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട്, ദീസ് മെൻ ഷോസ് ദ വേ ഓഫ് സാൽവേഷൻ. അപ്പോൾ രക്ഷയുടെ വഴിയെ കാണിക്കുന്ന മനുഷ്യരാണ്, നമ്മളെ കാണിക്കുന്ന മനുഷ്യരാണ് ഇവർ എന്ന് പറഞ്ഞപ്പം പൗലോസിന് വളരെയധികം ഡിസ്റ്റർബ്ഡായി. എന്നിട്ട് പക്ഷേ എനിക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം, പിശാചിന് പോലും അറിയാവുന്നുള്ള കാര്യമാണ് ഈ രക്ഷയുടെ വഴിയെക്കുറിച്ചുള്ളത്. അത് പൗലോസ് സുവിശേഷത്തിൽ കൂടെ പറയുന്നതും പിശാചിനറിയാം. പക്ഷെ മനുഷ്യർ ഇതറിയാൻ താല്പര്യപ്പെടുന്നില്ല. പിശാചിനറിയാവുന്ന കാര്യം മനുഷ്യന് അറിയാൻ താല്പര്യപ്പെടാം. ഇന്നും സുവിശേഷത്തിന് ഇത്രയും എഗൻസ്റ്റായിട്ട് മനുഷ്യൻ നിൽക്കുമ്പോൾ വളരെയധികം ആശ്ചര്യപ്പെടേണ്ട കാര്യമാണ്. പിശാചിനറിയാവുന്ന കാര്യം മനുഷ്യൻ അറിയാൻ താല്പര്യപ്പെടുന്നില്ല, അറിയുകയുമില്ല. പിന്നെ ഒരു വിഷയം, റോമാലേഖനം 1:16 നമ്മൾ വായിക്കുന്നു, ഈ സുവിശേഷം എന്ന് പറയുന്നത് നമുക്ക് ശക്തിയാണ്. അതെന്തുകൊണ്ടുള്ള ശക്തിയാണ്? രക്ഷയിലേക്കുള്ള പവർ ഓഫ് ഗോഡ് അൺടു സാൽവേഷൻ. അതാണ് ഈ സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യനെ പാപക്കുഴിയിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് ജീവങ്കിലേക്ക് നടത്തുന്ന ഒരു ശക്തിയാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. അത് ക്രൂശിലാണ് നമുക്ക് വേണ്ടി യേശുക്രിസ്തു നമുക്ക് വേണ്ടി നേടിയത്. അതേപോലെ തന്നെ മനുഷ്യന് ഇതിനകത്ത് യാതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇല്ല. മനുഷ്യന് ഇവിടെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. റോമലേഖനം 10:10 പറയുന്നുണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്ന് ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.